മലയാളത്തിന്റെ മഹാനടിയായി ഉർവശി. ഇനി മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം. മലയാളത്തിന്റെ അഭിമാന താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം 6 സംസ്ഥാന പുരസ്കാരമെന്ന അപൂർവതയാണ് ഉർവശിയെ തേടിയെത്തിയിരിക്കുന്നത്. മലയാളത്തിന്റെ യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ധൈര്യമായി വിശേഷിപ്പിക്കാവുന്ന നടി. 1989 മഴവിൽക്കാവടി, വർത്തമാനകാലം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സംസ്ഥാന അവാർഡ് നേടിയ ഉർവശി 1990 തലയണ മന്ത്രത്തിലൂടെ 2ാം അവാർഡ് നേടി. 1991 ഭരതം, മുഖചിത്രം എന്നീ സിനിമകൾക്ക് 3ാമത്തെയും 1995 കഴകത്തിലെ അഭിനയത്തിന് 4ാമത്തെയും 2006 മധുചന്ദ്രലേഖയിലെ അഭിനയത്തിന് 5ാമത്തെയും സംസ്ഥാന അവാർഡുകൾ സ്വന്തമാക്കി. മലയാളികൾ അനുഭവിച്ചറിഞ്ഞ വേദനകളും സന്തോഷങ്ങളും നിരാശകളും പ്രതീക്ഷകളുമെല്ലാം ഞൊടിയിടയിൽ ഉർവശിയുടെ മുഖത്ത് തെളിയും. നമ്മളിൽ ഒരാളായി മാറുവാൻ ഉർവശിക്ക് അനായാസം കഴിയുമെന്ന് സാക്ഷ്യപ്പെടുത്തിയത് നടൻ ജഗതി ശ്രീകുമാറാണ്. ഉള്ളൊഴുക്കിലെ പാർവതി തിരോവത്തിന്റെ കഥാപാത്രമായ അഞ്ജുവിന്റെ അമ്മായിയമ്മയായ ലീലാമ്മയായി എത്തിയപ്പോൾ അവിടെ അഭിനയ മുഹൂർത്തങ്ങളുടെ നിരവധി തിളക്കമുള്ള ഫ്രെയിമുകൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. ഭാവതീവ്രതകളുടെ ആഴത്തിലേക്ക് കൈയടക്കത്തോടെ ഉർവശി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയി. വേദനയും നിരാശയും ദേഷ്യവും ശാന്തതയുമൊക്കെ ലീലാമ്മയിൽ നൈമിഷികമായി മിന്നിമറഞ്ഞപ്പോൾ അതൊരു വിസ്മയമായി. 6ാമത്തെ സംസ്ഥാന അവാർഡിൽ നിന്ന് ഉർവശിയെ മാറ്റി നിർത്തപ്പെട്ടിരുന്നുവെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിന്റെ മലവെള്ളപ്പാച്ചിൽ ഉറപ്പായിരുന്നു. 45 വർഷത്തെ സിനിമാ ജീവിതത്തിൽ മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 600-ലധികം ചിത്രങ്ങളുടെ ഭാഗമായ ഉർവശി 1977 8ാം വയസ്സിലാണ് വെള്ളിത്തിരയിൽ അരങ്ങേറിയത്. 1978 റിലീസായ വിടരുന്ന മുട്ടുകളായിരുന്നു ആദ്യ ചിത്രം. 1983 13ാം വയസ്സിൽ നായികവേഷം തേടിയെത്തി. കാർത്തികായിരുന്നു നായകവേഷത്തിൽ. ആ സിനിമയുടെ റിലീസ് വൈകിയതോടെ ഉർവശി നായികയായി റിലീസ് ചെയ്ത ആദ്യ സിനിമ 1983 മുന്താണൈ മുടിച്ച് ആയി. ഈ സിനിമ സൂപ്പർ ഹിറ്റായതോടെ ഉർവശി താരോദയമായി. മഴവിൽക്കാവടി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാളത്തിന്റെ ഹൃദയത്തിലേക്ക് ചേക്കേറി. ഇതിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഉർവശി പിന്നീട് അടുത്തടുത്ത വർഷങ്ങളിൽ അവാർഡ് നേടി ഹാട്രിക് നേട്ടം കരസ്ഥമാക്കി. 80കളിലും 90കളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഉർവശി. ഇക്കാലയളവിൽ 500-ലേറെ സിനിമകളിലാണ് അഭിനയിച്ചത്. 1995 കേരള, തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ താരം തെന്നിന്ത്യൻ സിനിമയിലെ താരറാണിയായി. ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു അഭിനേതാവിനും സാധ്യമായിട്ടില്ലാത്ത നേട്ടമാണിത്. 1994 തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം താരത്തിന് ലഭിച്ചിരുന്നു. കോമഡി ടൈമിംഗ് ആണ് ഉർവശിയെ വ്യത്യസ്തയാക്കുന്നത്. അതേസമയം ഗൗരവമേറിയ കഥാപാത്രങ്ങൾ ഉർവശിയുടെ പ്രതിഭയിൽ വെട്ടിത്തിളങ്ങും. ഇത് ബോധ്യമുള്ളതുകൊണ്ടാണ് ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി തന്റെ സിനിമയിലെ ലീലാമ്മയാകാൻ ഉർവശിയെ തേടിയെത്തിയത്. ഉർവശി ആ കഥാപാത്രത്തെ ഏറ്റെടുത്തില്ലെങ്കിൽ ആ സിനിമ തന്നെ സംഭവിക്കില്ലായിരുന്നുവെന്ന് ക്രിസ്റ്റോ ടോമി മുമ്പ് പറഞ്ഞിരുന്നു. സംവിധായകൻ തന്നിലർപ്പിച്ച വിശ്വാസമാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഊർജ്ജമേകിയതെന്ന് താരം പ്രതികരിച്ചു. പാർവതിയുമായി മത്സരിച്ച് അഭിനയിച്ചു. പാർവതി അപ്പുറമുള്ളതുകൊണ്ട് കൂടിയാണ് ഈ നേട്ടമെന്നും ഉർവശി പറഞ്ഞു. ഉർവശിക്കൊപ്പം സംസ്ഥാന പുരസ്കാരം പങ്കുവെച്ച ബീന ആർ ചന്ദ്രൻ ആവേശത്തിലാണ്. തടവ് എന്ന ചിത്രത്തിലെ ഗീത ടീച്ചറെ അവസ്മരണീയമാക്കിയ ബീനയ്ക്ക് ഏറെ സന്തോഷം നൽകുന്നത് താൻ ഏറെ ആരാധിക്കുന്ന ഉർവശിക്കൊപ്പം അവാർഡ് പങ്കിടാൻ സാധിച്ചതിലാണ്. തടവും ഉള്ളൊഴുക്കും കണ്ടവർ ഉർവശിയും ബീനയും തമ്മിൽ കടുത്ത മത്സരമാണെന്ന് സൂചന നൽകിയിരുന്നു. എന്നാൽ ഉർവശിയെ പോലൊരു മഹാനടിയോട് മത്സരിച്ച് അവാർഡ് നേടാൻ കഴിയില്ലെന്ന് ബീന ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇപ്പോഴിതാ ഉർവശിക്കൊപ്പം അവാർഡ്. അതിലും വലിയ ഭാഗ്യം വേറെയില്ലെന്നാണ് ബീന ആർ ചന്ദ്രൻ പ്രതികരിച്ചത്.